യെസ്, കേരളത്തിൽ കനത്ത മഴ പെയ്യുകയാണ്. ചിലയിടങ്ങളിൽ അല്പം ആശ്വാസമുണ്ട്, ചിലയിടങ്ങളിലെ വെള്ളക്കെട്ട് താഴ്ന്നുണ്ട്. പ്രത്യേകിച്ചും ഈങ്ങാപ്പുഴ ഭാഗത്തൊക്കെ വെള്ളം അല്പം താഴേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ പാലാ നഗരത്തിലും ഈരാറ്റുപേട്ടയിലുമൊക്കെ റാന്നിയിലുമൊക്കെ വെള്ളം ഇപ്പോഴും ഉയരുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4 മരണം ഇന്നുണ്ടായി. 2 കോട്ടയത്തും 2 ഇടുക്കിയിലുമാണ് ഉണ്ടായിരിക്കുന്നത്. 2 ഉരുൾപൊട്ടലിലാണ് മരണമുണ്ടായിരിക്കുന്നത്. ഇടുക്കിയിൽ 2 പേരും കോട്ടയത്ത് 2 പേരുമാണ് മരിച്ചിരിക്കുന്നത്. പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കാരണം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നഗരങ്ങളുണ്ട്. കടകൾ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിനി മഴയുടെ സാധ്യത എത്രത്തോളം ഉണ്ട് വരും മണിക്കൂറുകളിൽ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെ അലേർട്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. 9 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട് എന്നുള്ള പുതിയ വാർത്തയാണ് വരുന്നത്. രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകുന്നത്. രജീഷ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പുതിയ ജാഗ്രതാ നിർദ്ദേശം എന്തൊക്കെയാണ്? നേരത്തെ 8 ജില്ലകളായിരുന്നു റെഡ് അലേർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും മാറി 9 ജില്ലയിലേക്ക് മാറിയിരിക്കുകയാണ്. തൃശ്ശൂർ കൂടി ഇപ്പോൾ റെഡ് അലേർട്ടിന്റെ പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും തുടരുകയാണ്. ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. ഒപ്പം തന്നെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. റെഡ് അലേർട്ട് ഉള്ള പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് ഉള്ള പ്രദേശങ്ങളിലും ഉള്ളവർ തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. നാളെ വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എന്തായാലും ശക്തമായ മഴയ്ക്കൊപ്പം തന്നെ ഈ കാറ്റും വീശുന്നതിനാൽ കൃത്യമായി തന്നെ ജാഗ്രത പാലിക്കണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട്. മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മണ്ണിടിച്ചിൽ ദുരന്തബാധിത പ്രദേശങ്ങൾ, അത്തരത്തിൽ ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. വെള്ളക്കെട്ട് ഈ നദികളിലൊക്കെ തന്നെ വെള്ളം ഉയർന്നൊരു സാഹചര്യമാണ്. സംസ്ഥാനത്തെ ജലനിരപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളത്തെ മൂവാറ്റുപുഴ തൊടുപുഴ സ്റ്റേഷനുമായി പരിധിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കല്ലടയിൽ ഓറഞ്ച് അലർട്ടാണ്. കോട്ടയത്ത് മീനച്ചിലാറിലും ഒപ്പം തന്നെ മണിമലയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ നദികളിലും ഇത്തരത്തിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് മൂവാറ്റുപുഴയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നറിയിപ്പുള്ള നദികളിൽ ഒരു കാരണവശാലും ഇറങ്ങരുതെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. നദിയിൽ ഇറങ്ങാനൊപ്പം തന്നെ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്ന നിർദ്ദേശം നൽകുന്നുണ്ട്. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് വെള്ളപ്പൊക്ക സാധ്യത ഉള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ശക്തമായ മഴ പല സ്ഥലത്തും ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം രാവിലെ ഉയർത്തി. അതിനുശേഷം 11 മണിക്ക് വീണ്ടും 20 സെന്റിമീറ്റർ ഉയർത്തി. അങ്ങനെ 160 സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്യാറിന്റെ കരകളിൽ താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. വൈകിട്ട് വീണ്ടും 20 സെന്റിമീറ്റർ കൂടി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ തുടർച്ചയായി മഴ വൃഷ്ടി പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പുഴകളും ഇപ്പോൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തായാലും ശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തൃശ്ശൂർ കൂടിയാണ് ഇപ്പോൾ പുതുതായി റെഡ് അലേർട്ടിന്റെ പട്ടികയിലേക്ക് വന്നിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ടുമാണ്.